പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NIOS സോഷ്യോളജി ബുക്ക് 1 അധ്യായം 6 സാമൂഹിക ഗ്രൂപ്പുകൾ എന്ന അധ്യായമാണ്. ഈ അധ്യായം ലളിതമായ ഭാഷയിൽ പതുക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. സാമൂഹ്യ ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പ് എന്ന അർത്ഥം വരുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പ് എന്നത് പരസ്പരം ഇടപഴകുന്ന, പൊതു താല്പര്യങ്ങൾ പങ്കുവയ്ക്കുന്ന, നമ്മളെന്ന ബോധമുള്ള ആളുകളുടെ കൂട്ടമാണ്. ഈ ഉൾപ്പെടലിനെയാണ് അല്ലെങ്കിൽ ഈ ഉൾപ്പെടലിൻ്റെ വികാരത്തെ ആണ് വി ഫീലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ: കുടുംബം, സുഹൃത്തുക്കൾ, ക്ലാസ്മേറ്റുകൾ, ഓഫീസ് ജീവനക്കാർ എന്നിവർ. ഇനി അടുത്തതായി സാമൂഹ്യ ഗ്രൂപ്പുകളുടെ, സോഷ്യൽ ഗ്രൂപ്പുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. ഒന്നാമതായി ഇൻട്രാക്ഷൻസ് ആണ്. അംഗങ്ങൾ തമ്മിൽ സ്ഥിരമായ ഇടപഴകൽ ബന്ധം എന്നാണ് ഇൻട്രാക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതായി പൊതുവായ താല്പര്യങ്ങൾ അഥവാ കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. മൂന്നാമതായി ഉൾപ്പെട്ടിരിക്കുന്ന ബോധം അഥവാ ബിലോങ്ങിങ്നെസ്. നാലാമതായി നമ്മൾ എന്ന വികാരം, വി ഫീലിംഗ്. അഞ്ചാമതായി ഗ്രൂപ്പിന് സ്വന്തം നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. ആറാമത് ഒരു സാമൂഹിക ഗ്രൂപ്പ് അഥവാ സോഷ്യൽ ഗ്രൂപ്പ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. സാമൂഹിക ഗ്രൂപ്പ് ഒരു ചലനാത്മക ഘടകമാണ്. സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ ഡൈനാമിക് ഫാക്ടേഴ്സ്. സാമൂഹിക ഗ്രൂപ്പ് സ്ഥിരമായ അഥവാ പെർമനൻ്റ് ആയ ഒന്നല്ല. കാലം മാറുമ്പോൾ ഗ്രൂപ്പ് മാറുന്നു. പുതിയ അംഗങ്ങൾ ഗ്രൂപ്പിൽ ചേരാം. ചിലർ ഗ്രൂപ്പ് വിട്ട് പോയെന്നും വരാം. അംഗങ്ങളുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും മാറാം. ഉദാഹരണമായി, കുട്ടികൾ വളരുമ്പോൾ കുടുംബത്തിൻ്റെ സ്വഭാവം മാറുന്നു. ഓരോ വർഷവും സ്കൂളിലെ വിദ്യാർത്ഥി ഗ്രൂപ്പ് മാറുന്നു. അതുകൊണ്ട് സാമൂഹ്യ ഗ്രൂപ്പ് ഒരു ഡൈനാമിക് ആണ് എന്ന് പറയാം. സാമൂഹിക ഗ്രൂപ്പുകളുടെ തരംതിരിക്കൽ. സാമൂഹിക ഗ്രൂപ്പുകൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ അവയെ ഓരോന്നായി നമ്മൾക്ക് നോക്കാം. ആദ്യമായി പ്രാഥമിക ഗ്രൂപ്പുകൾ അഥവാ പ്രൈമറി ഗ്രൂപ്പുകൾ. പ്രാഥമിക ഗ്രൂപ്പുകൾ ചെറുതും അടുത്ത ബന്ധമുള്ളതുമാണ്. ഇവിടെ മുഖാമുഖം ഇടപഴകൽ ഉണ്ട്. നമ്മളെന്ന ബോധം വളരെ ശക്തമാണ്. ഉദാഹരണം: കുടുംബം, അടുത്ത സുഹൃത്തുക്കൾ, പിയർ ഗ്രൂപ്പ് എന്നിവ. ഇവരുടെ ഇടയിൽ വളരെയധികം സ്നേഹവും വികാരബന്ധവും ഉണ്ടായിരിക്കും. പ്രാഥമിക ഗ്രൂപ്പുകൾ വ്യക്തിത്വ വികസനത്തിൽ വളരെ പ്രധാനമാണ്. അടുത്തതായി ദ്വിതീയ ഗ്രൂപ്പുകൾ അഥവാ സെക്കൻഡറി ഗ്രൂപ്പുകൾ. ദ്വിതീയ ഗ്രൂപ്പുകൾ വലുതും ഔപചാരികവുമായ ഗ്രൂപ്പുകളാണ്. ഇവിടെ ബന്ധങ്ങൾ വ്യക്തിപരമല്ല, ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധങ്ങളാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. വികാരബന്ധം വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് സ്കൂൾ, ഓഫീസ്, രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയവയാണ്. ഇനി ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും എന്താണെന്ന് പരിശോധിക്കാം. ഈ ആശയം അവതരിപ്പിച്ചത് W.G. സംനർ ആണ്. ഇൻ ഗ്രൂപ്പ് എന്നത് ഒരു വ്യക്തി അംഗമായിരിക്കുന്ന ഗ്രൂപ്പാണ്. ഇവിടെ വിശ്വസ്തതയും ഐക്യവും കൂടുതലാണ്. എന്നാൽ ഔട്ട് ഗ്രൂപ്പ് എന്നത് ഒരു വ്യക്തി അംഗമല്ലാത്ത ഗ്രൂപ്പാണ്. ഇവിടെ അനാസക്തിയോ വിരോധമോ കാണാം. അടുത്തതായി റഫറൻസ് ഗ്രൂപ്പ്. റഫറൻസ് ഗ്രൂപ്പ് എന്നത് ഒരു വ്യക്തി തൻ്റെ പെരുമാറ്റത്തിനും ചിന്തയ്ക്കും മാതൃകയാക്കുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ അംഗമായിരിക്കണമെന്നില്ല, എന്നാൽ ആ ഗ്രൂപ്പ് വ്യക്തിയെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, വിദ്യാർത്ഥികൾ അധ്യാപകരെയോ പ്രശസ്തരെയോ അനുകരിക്കുന്നത്.